ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് 2 ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാതെ വേറെ എന്ത് വീഡിയോ ഇടാനും എനിക്കറിയത്തില്ല. പിന്നെ ഇന്നലെ ആണെങ്കിൽ ഉപ്പുമാവും പീസ് കറിയൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു കോമ്പിനേഷൻ ഉപ്പുമാവ് മുട്ടക്കറി, ഉപ്പുമാവ് പീസ് കറി, ഉപ്പുമാവ് കടലക്കറി അങ്ങനത്തെ കോമ്പിനേഷൻസൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിയൊരു വർക്ക് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഹോൾസെയിൽ വർക്കായിരുന്നു. റീറ്റെയിൽ അല്ലാത്ത ഹോൾസെയിൽ, ചിലതൊക്കെ ഞാൻ ഹോൾസെയിലും അങ്ങനെ കൊടുക്കാറുണ്ട്. ചില ഷോപ്പുകാരും അതുപോലെ തന്നെ മറ്റേ ഇപ്പോൾ ഈ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. ഹോൾസെയിലായിട്ട് കൊടുക്കുമോ, ഈ കൂടുതലും ഇൻവിസിബിൾ ചെയിൻസ് ആട്ടോ, ഹോൾസെയിലായിട്ട് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പം നമ്മൾ റീറ്റെയിലിൻ്റെ നമ്മുടെ ലാഭം കൂടെ പിടിച്ചിട്ടുള്ളൊരു പ്രൈസാണ്, റീറ്റെയിൽ പ്രൈസ് അല്ല അപ്പം നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ ലാഭം കൂടെ പിടിച്ചിട്ടുള്ളൊരു ഹോൾസെയിൽ പ്രൈസാണ് നമ്മളവിടെ ഇടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഈ ഹോൾസെയിൽ എങ്ങനെ ഇടണം, റീറ്റെയിൽ പ്രൈസ് എങ്ങനെ ഇടണം എന്നതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ കൂടുതലായിട്ടും ഈ ChatGPT, ജെമിനിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ 2 ആപ്പുകളും നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമേജ് നമുക്കിപ്പം അത് ഒരു കസ്റ്റമർ ഇട്ട് കാണിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് മോഡലൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അതുപോലെ തന്നെ പുതിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പം പെൻഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പുതിയ ഡിസൈൻസ് അതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ക്രിയേറ്റ് ഒക്കെ ചെയ്തു തരും. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പുകളാണ് ഈ AI ആപ്പുകളൊക്കെ. അത് നല്ല രീതിയിലൊക്കെ നമ്മൾ യൂസ്ഫുൾ ആക്കണമെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന പലരും അതിങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടേ ഇരിക്കുക, നമ്മൾ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ കുത്തിയിരുന്നിങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ ബാക്ക് പെയിൻ ആണോ അതോ നടുവല്ല, ഒരു പുറം വേദന നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ തലയുടെ ഇങ്ങനെ പുറയിലിങ്ങനെ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ഒരു ടയർഡ്നെസ് തോന്നത്തില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് കുറേ വർക്ക് വരുമ്പോഴത്തേക്ക്, ഈ ഹോൾസെയിലൊക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തലവേദനയാട്ടോ. കാരണം കുത്തിയിരുന്ന് ഇങ്ങനെ നമ്മൾ തന്നെ ഇരുന്ന് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൂടെ ഇപ്പോൾ 2-3 പേരൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എനിക്ക് ഇവിടെ അങ്ങനെ എടുക്കാനും ആൾക്കാരെയൊന്നും അങ്ങനെ എടുക്കാനും പറ്റത്തില്ല, കാരണം ഈ ഏരിയയിലൊന്നും അങ്ങനെ ചെയ്യുന്നവരൊന്നും ഇല്ല. അപ്പോൾ സിറ്റി ഏരിയയിലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ കുഴപ്പമില്ലെന്ന് പറയാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിപ്പം ഫുൾ വർക്ക് ആയില്ല, പകുതി വർക്ക് മാത്രമേ ഞാൻ ചെയ്ത് കൊടുത്തുള്ളൂ. ഇനി കാര്യങ്ങളൊക്കെ ഇനി വരണം. പിന്നെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും ഞാൻ 2-3 ഷോപ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനന്ത ചേച്ചി അവിടെ ട്രിവാൻഡ്രത്തും പിന്നെ അതുപോലെ തന്നെ മോട്ടിയിലൊക്കെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ജ്വല്ലറി മേക്കിങ്ങിനുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഒക്കെ ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഹോൾസെയിൽ ഡീലേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ ഏതെങ്കിലും നോക്കിയിട്ട് ആദ്യം കുറച്ച് പൈസയുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പിന്നെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. ഞാനും അങ്ങനെയൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഒരേ ഡീലറിനെ തന്നെയൊന്നുമല്ല ഞാനും മെസ്സേജ് ഇങ്ങനെ ഡീൽ ചെയ്യുന്നത്. പല പല ഹോൾസെയിൽ ഡീലേഴ്സിനെ നമ്മളിങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യും. അപ്പം നമ്മളങ്ങനെ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമല്ല, മറ്റ് പലരെയും നമ്മളിങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം ഒരുപാട് പുതിയ പുതിയ മെറ്റീരിയൽസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 2-മത്തെ ദിവസമാട്ടോ. ഇപ്പം ഞാനാണെങ്കിൽ പതുക്കെ ഇങ്ങനെ ചെയ്തിട്ടും അങ്ങോട്ട് തീരുന്നില്ല. അപ്പം പിന്നെ ഇങ്ങനെ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും നമുക്കങ്ങ് മടുക്കും. എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ചെയ്ത് തീർത്താൽ മതി എന്നുള്ളൊരു തോന്നൽ വരും. പിന്നെ ഈ കമ്മലിൻ്റെയാണ് ഒരു പ്രശ്നം. ഞാനിപ്പോൾ അങ്ങനെ ഇൻവിസിബിൾ ചെയിൻസ് ഉണ്ടാക്കുമ്പോൾ കമ്മലിപ്പോൾ അങ്ങനെ അധികം ഉണ്ടാക്കത്തില്ല. അഥവാ ഉണ്ടാക്കുകയാണെങ്കിലും ഒന്നെങ്കിൽ ഞാൻ പറയും അത് ബാക്ക് സൈഡ് നമ്മളത് സോൾഡർ ചെയ്യുകയല്ല, അത് ബാക്ക് സൈഡ് നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കമ്മലിങ്ങനെ ഇതിൻ്റെ കൂടെ വാങ്ങിക്കാൻ കിട്ടുന്ന ചില ഷോപ്സ് ഉണ്ട്, അവരുടെ നിന്നൊക്കെ ഇങ്ങനെ വാങ്ങിക്കും. അല്ല ഞാനിപ്പോൾ കമ്മൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെ കുറവാട്ടോ. നേരത്തെയൊക്കെ ഞാൻ ഉണ്ടാക്കുമായിരുന്നു, കാരണം ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. ഇപ്പം എൻ്റെ കൈ മൊത്തം പശയാട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഓർഡേഴ്സാണ് നമുക്ക് വന്നിട്ടുള്ളത്.
ഇത് കുറേ ഉണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സെറ്റാണ് ഇപ്പോൾ അയക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഈ വീഡിയോയ്ക്കകത്ത് പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. അതെന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പം വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻസൊക്കെ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഹൈപ്പ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.